ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈപ്രോ. നമ്മൾ കുറച്ച് സ്റ്റഡി ഹാബിറ്റ്സ്, ടോപ്പ് 10 സ്റ്റഡി ഹാബിറ്റ്സ് ആണ് നോക്കുന്നത്. നിങ്ങൾ ആൻഡ്രി ഹ്യൂബർമാൻ പോഡ്കാസ്റ്റ് കാണാറുണ്ടോ? അപ്പോൾ അതിൽ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഹൗ ടു സ്റ്റഡി ആൻഡ് ലേൺ. അപ്പോൾ അതിൽ ആൻഡ്രി ഹ്യൂബർമാൻ പറഞ്ഞ ഒരു റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ പോയിൻറ്റ്സാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ദ ടോപ്പ് 10 സ്റ്റഡി ഹാബിറ്റ്സ്. കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നടത്തിയ സ്റ്റഡിയാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ടോപ്പ് പെർഫോം ചെയ്ത ആളുകൾ, ഓക്കെ, അവരുടെ സ്റ്റഡി ഹാബിറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ടോപ്പ് 10 സ്റ്റഡി ഹാബിറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഹാബിറ്റ്സ് നമുക്ക് പറയാം. ഒന്ന് എന്താണ്, അവർ ഷെഡ്യൂൾ ചെയ്തു. എന്ത്? ടൈം ഫോർ സ്റ്റഡി. കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകും. എങ്ങനെ? ഒരു റിതം പോലെ, അതായത് റെഗുലാരിറ്റി ഓഫ് ടൈം. അപ്പോൾ ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ അങ്ങനെ ഒരേ ടൈമിൽ പഠിക്കാൻ നോക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 5 തൊട്ട് 5:30 വരെ പഠിക്കുക. ഇനി വേണമെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് വേണമെങ്കിൽ ഒരു 4 തൊട്ട് 4:30 വരെ പഠിക്കുക. ഓക്കെ, ഇനി ഒട്ടും പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ ടൈം ഫോർ സ്റ്റഡി. അപ്പോൾ ആദ്യം രാവിലെ എണീറ്റുള്ള പഠിത്തമൊന്ന് നോക്കുക. എപ്പോഴാണ് എണീക്കണമെന്ന് വെച്ചാൽ അപ്പോഴെങ്കിലും പഠിച്ചു നോക്കുക. എന്നിട്ട് അതൊന്ന് കറക്റ്റ് എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ തന്നെ എഴുന്നേറ്റ് പഠിക്കാൻ നോക്കുക. അതാണ് എന്ത്? ഷെഡ്യൂൾ ടൈം ഫോർ സ്റ്റഡി. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇനി ഈവനിങ് ആണെങ്കിൽ ഈവനിങ്ങിൽ എപ്പോഴാണ് പഠിക്കുന്നത്? ഒത്തിരി രാത്രി ലൈറ്റായിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ, മാക്സിമം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങാൻ നോക്കുക. അപ്പോൾ അതിന് മുമ്പൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒത്തിരി ടൈമുള്ളവർക്ക് ഇഷ്ടംപോലെ ടൈമിൽ പഠിക്കാം, അല്ലേ? ഒട്ടും ടൈമില്ലാത്ത ആൾക്കാർക്ക് അവർ നിങ്ങളുടെ ടൈം നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തുക. അപ്പോൾ ആദ്യം കുറച്ച് ടൈമൊക്കെ പഠിച്ചു തുടങ്ങുക. അത് കഴിഞ്ഞ ശേഷം ടൈം നിങ്ങൾക്ക് കിട്ടി തുടങ്ങിക്കോളും. ഓക്കെ, ഇനി 2 ഡിസ്ട്രാക്ഷൻസ്, അല്ലേ, ഒക്കെ മാറ്റി വെക്കും. ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താ നമ്മൾ ചെയ്യണത്? റീൽസും കാര്യങ്ങളൊക്കെ നോക്കുക. എന്തിനാ ഫോൺ എടുത്തതെന്ന് മറന്നു പോകും, അല്ലേ? എന്നിട്ട് എന്തെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ നോക്കിപ്പോവും. അപ്പോൾ ഇനി റീൽസൊന്നും കാണില്ല, പഠിക്കാൻ മാത്രമേ ഫോൺ എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക മൈൻഡിനെ. എന്നിട്ട് അതുപോലെ തന്നെ 2-3 ദിവസം ചെയ്യുക. പിന്നെ നമുക്കത് ശീലമായിക്കോളും. ഇടയ്ക്ക് റീൽസ് കണ്ടു പോകുന്നതൊക്കെ എന്താണ്, ഒന്ന് മാറ്റി വെക്കുക. പിന്നെ നിങ്ങൾക്ക് റീൽസ് കാണാനായിട്ട് ഒരു 10 മിനിറ്റ് ഒരു ഷെഡ്യൂൾഡ് ടൈം വെക്കുക. ഓക്കെ, നമുക്കത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് എപ്പോഴെങ്കിലും വെക്കുക. മൊബൈൽ നോക്കാനായിട്ട് ഒരു കറക്റ്റ് ഫിക്സ്ഡ് ടൈം എല്ലാ ദിവസവും വെക്കുക. നിങ്ങൾ പഠിക്കാനായിട്ട് ഫോക്കസ്ഡായിട്ട് പഠിക്കാൻ, ഓക്കെ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഫ്രം അവർ ഫാമിലി ഇറ്റ് സെൽഫ്. ഏതൊക്കെയായിരിക്കും? നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ, അവരെയൊക്കെ എന്താ, ഓക്കെ, നമ്മൾ ഈ ഒരു ടൈമിൽ പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ 2-3 ദിവസം തന്നെ പഠിക്കുമ്പോഴത്തേക്കും എന്താ അവർക്ക് മനസ്സിലായിക്കോളും. കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ കുട്ടികളെ ആരെങ്കിലുമൊക്കെ നോക്കാനോ ഒക്കെ ഒന്ന് ഏൽപ്പിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അല്ലേ, ഫോൺ വിളിക്കുന്ന ആൾക്കാരെയോ, അല്ലേ, അങ്ങനെയുള്ളവരെയൊക്കെ എന്താ നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലിടാം. അപ്പോൾ ഫോണിൻ്റെ പ്രശ്നവും മാറി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ദിവസം, അതായത് ഈ നമ്മൾ ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നടത്തിയ ഒരു സ്റ്റഡി, ഓക്കെ, ആ ഒരു പബ്ലിക്കേഷനിലെ കാര്യമാണ് പറയുന്നത്. 3 to 4 അവർ ഡെയിലി പഠിച്ചവരാണ് നല്ല റിസൾട്ട് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ആദ്യം കുറേശ്ശെ പഠിച്ചു തുടങ്ങുക. എന്നിട്ട് 3 to 4 അവർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പഠിക്കുക. സ്റ്റഡി എലോൺ. ഒറ്റയ്ക്ക് പഠിച്ച ആൾക്കാരാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് സ്റ്റഡി. അപ്പോൾ ഗ്രൂപ്പ്, ഇപ്പോൾ നമുക്കറിയാം പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പുകളിലൂടെയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, അതിൽ കുറേ കുട്ടികൾക്കൊക്കെ അത് ഓക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അവർക്ക് കുറേ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒക്കെ കിട്ടി അവർക്ക് പഠിക്കാനായിട്ട് ഓക്കെ ആയിരിക്കും. പക്ഷേ ചില കുട്ടികൾ, ഭൂരിഭാഗം പേര് എന്ത് വിചാരിക്കുമെന്നോ, ഓക്കെ, ഇവർ 10 പേര് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ കുറച്ച് പേര് പഠിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ പഠിക്കണം, എന്തായാലും അവർക്ക് എന്തായാലും ജോലി കിട്ടും. കാരണം അവർ ചോദിക്കുന്നതും, അല്ലേ, എല്ലാ കാര്യം അറിയാം, ബുക്സും കാര്യങ്ങളും എല്ലാം, അല്ലേ, അവരുടെ നമുക്ക് മനസ്സിലാവുമല്ലോ. ചിലവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഒക്കെ അവർക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ അവർ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഒരു പ്രശ്നം. പക്ഷേ എപ്പോഴും അക്കോർഡിംഗ് ടു റിസർച്ച് എന്താണ്, സ്റ്റഡി എലോൺ ഈസ് ബെറ്റർ. അതായത് റീസെൻറ്റ് റിസർച്ച് അനുസരിച്ച് കേട്ടോ, സ്റ്റഡി എലോൺ ആണ് നല്ലത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യുക,
റീകോൾ ചെയ്യുക, ഡിസ്ട്രാക്ഷൻ ഇല്ല, അതാണ് ഒരു കാര്യം. ഇനി ഡിസ്ട്രാക്ഷൻ ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ളവർക്ക്, അങ്ങനെ പഠിച്ച് ശീലമുള്ളവർക്ക് ഗ്രൂപ്പ് സ്റ്റഡിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ചിലവർക്ക് പല പല മെറ്റീരിയൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഔട്ട്സോഴ്സിങ് കാര്യങ്ങൾ, ബാക്കിയുള്ള കുട്ടികളുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഗ്രൂപ്പ് സ്റ്റഡി ഓൾറെഡി അവർക്ക് ഇഷ്ടമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവർ കുറേ നാളായിട്ട് അത് ഫോളോ ചെയ്യുന്നവർക്ക് ഗ്രൂപ്പ് സ്റ്റഡി ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയതായി പഠിക്കാൻ തുടങ്ങുന്നവരും എങ്ങനെ പഠിക്കാൻ അറിയില്ല, ഓക്കെ, അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും ഒരു ഗ്രൂപ്പിൽ പോയി പഠിക്കാതെ ഗ്രൂപ്പ് സ്റ്റഡീനേക്കാളും നല്ലത് എന്താണ്, സ്റ്റഡി എലോൺ. ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ പേരായിട്ട് തന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്താണ്, അതായത് ഇപ്പോൾ ഓരോ ടെലിഗ്രാം ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും അതിനേക്കാളും ഒക്കെ എന്താണ്, ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാം, മാക്സിമം നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് ടെൻഷനോ പാനിക്കാവണ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റഡിയിൽ പറയണത് ബി എ ടീച്ചർ. ഓക്കെ, അതായത് നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ അത് മിക്കപ്പോഴും എല്ലാവർക്കും അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്തായിരിക്കും, അപ്പോൾ ഒരാൾ നന്നായിട്ട് പഠിക്കുന്നു, അയാൾ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അത് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അല്ലേ, PSC എക്സാമിനേഷനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ഓർക്കും അവർക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ, അവർക്ക് ചിലപ്പോൾ ജോലി കിട്ടും, പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ ജോലിയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് പഠിച്ചേക്കുന്ന ആൾ ചിലപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ആളായിരിക്കും, മറ്റവർ ചിലപ്പോൾ ജസ്റ്റ് കേട്ട് എങ്ങനെയൊക്കെയോ കയറുന്നവരും ഉണ്ടാവും അല്ലേ, അതായത് ജസ്റ്റ് ഒരു രക്ഷപ്പെട്ടു പോകുന്നവരും ഉണ്ടാവുമല്ലോ അല്ലേ, എല്ലാവരുടെയും ഇടയ്ക്ക് അങ്ങനെയുള്ള സ്റ്റുഡൻസും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞു കൊടുക്കണമെന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ, സ്റ്റുഡൻസോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ആണെങ്കിൽ അവരെ പിടിച്ചിരുത്തിയിട്ട് ഇച്ചിരി നേരം എന്തെങ്കിലും നിങ്ങൾ പഠിച്ചു, ഇപ്പോൾ നിങ്ങളൊരു 2 മണിക്കൂർ പഠിച്ചതാണെങ്കിൽ അതൊരു 10 മിനിറ്റ് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്തോ ഇടാം. ഓക്കെ, പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതി ഉപയോഗിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതും ഒരു നല്ല സ്റ്റഡി ഹാബിറ്റ്സാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നോക്കുക, അതായത് ടെസ്റ്റ് സീരീസ്, അതായത് ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഈസി ആയിട്ടുള്ളതും മീഡിയം ആയിട്ടുള്ളതും കുറച്ച് ടഫായിട്ടുള്ളതും, ഏറ്റവും നല്ലത് നല്ല ടഫായിട്ട് അല്ലേ, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ PSC ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു അതിന് തന്നെ കുറേ അല്ലേ, കുറേ ഇപ്പോൾ 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ABCD എന്തായിരിക്കും 1 2 3 4 A അല്ലേ, B എന്ന് പറയുമ്പോൾ 1 and 2 only, D എന്ന് പറയുമ്പോഴത്തേക്കും 3 and 4, അങ്ങനെയൊക്കെ പല രീതിയിൽ തരുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ബാക്കി നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് അതായത് നമുക്ക് നമ്മുടെ ബ്രെയിൻ അധികം ചിന്തിക്കുന്നില്ല. ഓക്കെ, മാക്സിമം ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കുറച്ച് നമുക്ക് തെറ്റിപ്പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്തോളും, നമ്മൾ പഠിച്ചതെല്ലാം ലോക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റ് സീരീസൊക്കെ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ലേൺ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് അല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണ്, ലേൺ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്, നല്ല റെഫറൻസ് ബുക്ക് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നല്ല കോഴ്സിന് ജോയിൻ ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം അല്ലേ, ലേൺ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോട്ടിവേഷൻ വേണം അല്ലേ, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, ആ ഒരു സ്ട്രോങ് കാര്യം നമുക്ക് വേണം. റീസൺ ഫോർ സ്റ്റഡി എന്താണ്, നമുക്ക് ചിലപ്പോൾ പൈസ ആയിരിക്കും ഏറ്റവും അത്യാവശ്യം, അല്ലെങ്കിൽ നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ, എന്താണ് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ, ഒരു കേരള PSC ജോലി കിട്ടാൻ നിങ്ങൾക്ക് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് പൈസ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മളെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാനല്ലേ. നമ്മൾ ചിലപ്പോൾ നമുക്ക് പൈസയുടെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, മറ്റുള്ളവരെ ഹാപ്പിയാക്കുക, നിങ്ങളെ ഹാപ്പിയാക്കുക അല്ലേ, ഏൺ മോർ മണി, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഡ്രീമാണോ നമ്മുടെ ഡ്രീമാണോ അങ്ങനെയുള്ളതിനൊരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് 10 സ്റ്റഡി ഹാബിറ്റ്സിൽ വന്നേക്കുന്ന കാര്യങ്ങൾ, അത് നോക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പറഞ്ഞു, അത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആൻഡ്രി ഹ്യൂബർമാൻ്റെ വീഡിയോ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ആൻഡ്രി ഹ്യൂബർമാൻ എന്ന് ചെക്ക് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, വീഡിയോ വരും.
ഹൗ ടു സ്റ്റഡി ആൻഡ് ലേൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു 2-3 വീക്സിന് ബിഫോർ വീഡിയോ ആണ് കേട്ടോ, ഒരു 2-3 വീക്സിന് മുമ്പുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഹൗ കോൺഫിഡൻറ്റ് ആർ യു, അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻഡ്രി ഹ്യൂബർമാൻ്റെ വീഡിയോ നോക്കാം. അതായത് ചിലവരുണ്ട് ഒരു 4-5 പ്രാവശ്യം തന്നെ ആ ഒരു കാര്യങ്ങൾ ഒക്കെ പഠിക്കുകയാണെന്ന് ഓർത്തോ, ആ ഒരു കാര്യങ്ങൾ തന്നെ പഠിച്ചു. ഓക്കെ, 4-5 പ്രാവശ്യം പഠിച്ചു, ചെറുതായിട്ട് പഠിച്ചു, സിലബസ് തീർത്തു. അവർ ശരിക്കും മണ്ടന്മാരായിരിക്കും. കാര്യം എന്താണ്, ഓടിച്ച് എങ്ങനെയൊക്കെയോ സിലബസ് തീർത്തു. പക്ഷേ എക്സാമിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് കിട്ടുന്നത് ഈ ആളുകൾക്കായിരിക്കും. പക്ഷേ അവർക്കൊരു സമാധാനം ഉണ്ടാവും, എല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പക്ഷേ നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ എപ്പോഴും ഒരു റീകോളിംഗ് എന്ന് പറയുന്ന കാര്യം, അതായത് ഓർത്ത് നോക്കുന്നത് എപ്പോഴാണ്, എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ മാത്രമായിരിക്കും. അതായത് ഒരു 4 times റിവിഷൻ ചെയ്തു സിലബസ് തീർത്തു, എങ്ങനെയൊക്കെയോ സിലബസ് തീർത്തവരെക്കാളും ബെറ്റർ ആരായിരിക്കും? ഓക്കെ, നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്തായിരിക്കും, ഓക്കെ ഈ 4-5 പ്രാവശ്യം പഠിച്ചവർക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ മോർ ക്വസ്റ്റ്യൻസ് എക്സാം എഴുതുന്നവർക്കാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ബ്രെയിൻ അതുപോലെ തന്നെ ചിന്തിക്കും. അതായത് ഇപ്പം നമുക്ക് ഒരു ശരിയായിട്ടുള്ള ആൻസർ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ കുറേ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് തെറ്റിപ്പോയാലും എന്താണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മുടെ അൾട്ടിമേറ്റ് ടെസ്റ്റ്, ഇപ്പം നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ FSO എക്സാമിനേഷൻ വരുന്നു, അതാണ് അൾട്ടിമേറ്റ് ടെസ്റ്റ്. അപ്പോൾ മിക്കപ്പോഴും എല്ലാ ഒരു സ്റ്റുഡൻസിൻ്റെ മിക്കവാറും ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയാമോ, എന്തൊക്കെയൊക്കെയോ പഠിക്കും, പക്ഷെ ഒരിക്കലും ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും എഴുതുന്നില്ല. അതായത് ഇപ്പോൾ പഠിക്കാനുള്ളതും ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതും കാണാപ്പാടം പഠിച്ച് അങ്ങോട്ട് പോകും. ഓക്കെ, അല്ലാതെ അവരുടെ നോളേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല, ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊന്നും എഴുതുന്നുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടായിരിക്കും, അവർക്ക് പേടിയാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഫുള്ള് പഠിച്ചു കഴിഞ്ഞു, സിലബസ് തീർത്തു, നമ്മുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ ഒരു വിശ്വാസം തെറ്റിക്കാനായിട്ട് നമ്മളെ തന്നെ അനുവദിക്കില്ല. എന്താ, നമ്മളൊരു ടെസ്റ്റ് സീരീസ് ചെയ്യുവാണ് അല്ലെങ്കിൽ എക്സാം എഴുതുവാണ്, അപ്പോൾ എന്ത് പറ്റും, നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചത് പോരാ. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, പഠിക്കുക, ഇനിയും ഇൻഫോർമേഷൻ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, ഇനിയും ഒരു ബുക്ക് ഉണ്ടോ, റെഫറൻസ് ബുക്ക് വേറെ ഉണ്ടോ, അപ്പുറത്തുനിന്ന് വേറെ ഉണ്ടോ, ഇതെല്ലാം നോക്കി അങ്ങ് പോകും. പക്ഷെ ഒരിക്കലും ഒരു ടെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമ്മൾ ആ രീതിയിൽ പഠിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് കൂടും അല്ലേ. അതായത് നമ്മൾ ഒരു അൾട്ടിമേറ്റ് ടെസ്റ്റിന് മുമ്പ് മാക്സിമം നല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള MCQs, അതായത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, റീസെൻറ്റ് PSCയുടെ മോഡലുള്ള നല്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതാണ് പറയുന്നത് ആൻഡ്രി ഹ്യൂബർമാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡയഗ്രാം, ഓക്കെ, എന്തെങ്കിലുമൊക്കെ നല്ലത് പഠിക്കാനുള്ള ഡയഗ്രാം വെച്ചൊക്കെ പഠിക്കാം. അപ്പോൾ ഒരു കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ പഠിച്ചു ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റ് പേപ്പർ. ഓക്കെ, ഒരു കാര്യം പഠിച്ചു, അതിൻ്റെ ടെസ്റ്റ് സീരീസ് ഉടനെ തന്നെ ചെയ്യുന്നതാണ് നമുക്കൊരു 50% ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ചെയ്ത് കുറേ ഡിലേ ആക്കി അവസാനം കൊണ്ടേ ടെസ്റ്റ് എഴുതുന്നതിനേക്കാളും സ്റ്റഡി ആൻഡ് എന്താണ് എക്സാം എഴുതുക, അതാണ് ഏറ്റവും ബെറ്റർ. ഒരു 50% ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഫെമിലിയാരിറ്റി ഓഫ് ദ സബ്ജക്റ്റ്, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിൻ നമ്മൾ പഠിച്ചതിനെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്യുക. അപ്പോൾ എന്താണ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്, ആസ് എ ടൂൾസ് ടു സ്റ്റഡി. ഓക്കെ, ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് എന്താണ്, ആസ് എ ടൂൾ ടു സ്റ്റഡി സെർട്ടൻ ബ്രെയിൻ ഏരിയ ആക്ടിവേറ്റഡ്. ഓക്കെ, അത് നമ്മുടെ ജേണൽ ഹിപ്പോ ക്യാമ്പസിലാണ് കേട്ടോ അത് പറയുന്നത്. നിങ്ങൾ ആൻഡ്രി ഹ്യൂബർമാൻ പോഡ്കാസ്റ്റ് കാണുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഒരു നോട്ട് തന്നെ വെച്ചിട്ടുണ്ട്, ഹ്യൂബർമാൻ പോഡ്കാസ്റ്റ് എന്നും പറഞ്ഞിട്ട്. കുറച്ച് സമയമുള്ളപ്പോഴൊക്കെ വീഡിയോ കണ്ട് എഴുതിയെടുക്കും. നല്ലതാണ്, നമുക്ക് കുറേ വൈഡായിട്ടുള്ള അറിവ് കിട്ടും. അപ്പോൾ കിട്ടുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് OMR ഷീറ്റൊക്കെ മേടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അഡ്രിനാലിൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവും. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മളൊരു കോഫി കുടിക്കുക, അല്ലെങ്കിൽ അല്ലേ നമ്മൾ ഒരു കോൾഡ് എക്സ്പോസർ അല്ലേ, തണുത്ത വെള്ളത്തിൽ കുളിക്കുക, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സ്റ്റഡി ഹൈലൈറ്റ്സിലെ പ്രധാന കാര്യം സ്റ്റഡി എലോൺ. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? മോസ്റ്റ് പാർട്ടിസിപ്പൻസ് പ്രിഫർ ടു സ്റ്റഡി എലോൺ. ഓക്കെ, ഒരു 85%, 3%, 85.3% ആസ് ഇറ്റ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് നോളേജ് റീറ്റെൻഷൻ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ടോട്ടൽ GPA. ഓക്കെ, പിന്നെ ബാക്കി സ്റ്റുഡൻസ് പിയർ ട്യൂട്ടറിങ് ഒരു 26ഉം ഗ്രൂപ്പ് സ്റ്റഡി 24ഉം ഒക്കെ ഉണ്ട്. അപ്പോൾ ഫൈനൽ സ്റ്റഡി ഇൻഡിക്കേറ്റ് ചെയ്തത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു നല്ല കോഴ്സ് വേണം. ഓക്കെ, നന്നായിട്ട് ഒരു നല്ല ലെക്ചർ ക്ലാസ് വേണം. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ല ലെക്ചർ ക്ലാസ്സും അതിൻ്റെ ഒപ്പം തന്നെ നോട്ട്സും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈപ്രോ FSO ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, സൂപ്പറായിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു കോപ്പി പേസ്റ്റ് റീഡിങ് ക്ലാസ് അല്ല. അപ്പോൾ അടുത്തത് നമുക്ക് ടിപ്സാണ് നോക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റഡി മെമ്പേഴ്സ് യൂസ്ഡ് മെയിൻ ലെക്ചർ സ്ലൈഡ്സ്. അവരുടെ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ ലെക്ചർ ക്ലാസ് വിത്ത് പേഴ്സണലൈസ്ഡ് നോട്ട്സ്. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരോടും പറയുന്നതാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണതിൻ്റെ കാര്യം മിക്കവർക്കും മടിയാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ക്ലാസ്സിലുള്ള ആളുകൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, ടെസ്റ്റ് സീരീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കണ്ടോ എത്രത്തോളം കൂടുതൽ മാർക്ക് കിട്ടിയത്. അതായത് ഒരു 74 പോയിൻ്റ്, അതായത് ഒരു 75% ആൾക്കാർ. ഓക്കെ, ഏത് കാറ്റഗറിയിലാണ് നന്നായിട്ട് സ്കോർ ചെയ്ത ആൾക്കാർ കൂടുതൽ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി അതിൽ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അവരുടെ ക്ലാസ്സാണ്, ഓക്കെ, അവരുടെ ലെക്ചർ ക്ലാസ്സാണ് ഡിപ്പെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ അവരുടെ സ്റ്റുഡൻറ്റ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സും. ഇപ്പോൾ റെഫറൻസ് ബുക്കിൽ നിന്ന് റീഡ് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും അവർ യൂസ് ചെയ്തത് അവരുടെ ക്ലാസ്സും അതുപോലെ തന്നെ തന്നെത്താനെ പ്രിപ്പയർ ചെയ്ത നോട്ട്സുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെഫറൻസ് ബുക്ക്, നല്ല സ്റ്റാൻഡേർഡ് റെഫറൻസ് ബുക്ക് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അത് നോക്കുക. അടുത്തത് മോട്ടിവേഷൻ. എന്തിനു പഠിക്കുന്നു അല്ലേ? അപ്പോൾ അതിൽ പങ്കെടുത്ത സ്റ്റുഡൻസിൻ്റെ പറയുന്നത് ഒന്ന് നമ്മുടെ ഹൈ ലെവൽ ഓഫ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റഡിയാണ് എന്താണ് അവരുടെ ഹാവിങ് എ ഗുഡ് ഇൻകം ആസ് ഡോക്ടേഴ്സ്. പിന്നെ എന്താണ് ഗെറ്റിംഗ് റിവാർഡഡ് ഫോർ ബീയിങ് വൺ ഓഫ് ദ ടോപ്പ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. അവരുടെ പഠിക്കുന്നതിൻ്റെ അല്ലേ എന്താണ് അവരുടെ മോട്ടിവേഷൻ. ഇനി പിന്നെ പറയുന്നത് കൂടുതൽ പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കാണ് നല്ല മാർക്ക് കിട്ടിയത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ 3 to 4 അവർ ഡെയിലി പഠിച്ച കുട്ടികൾക്കാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെ എന്താണ് ക്രിയേറ്റ് സ്റ്റഡി ഹാബിറ്റ്. പ്രോപ്പർ സ്റ്റഡി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക പതുക്കെ. ക്രിയേറ്റിംഗ് സ്റ്റഡി ഹാബിറ്റ് ആൻഡ് പ്രോപ്പർ പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷ്യൂർ കണ്ടിന്യൂഡ് പ്രോഗ്രസ് ഇൻ ലേണിംഗ്. അപ്പോൾ അതുപോലെ തന്നെ ടു ക്രിയേറ്റ് സ്റ്റഡി ഹാബിറ്റ്സ് എന്താണ് സ്റ്റുഡൻറ്റ് ഷുഡ് ഫൈൻഡ് ദ ടൈം ഫോർ ഡേ വെൻ ദേ ആർ മോസ്റ്റ് റിഫ്രഷ്ഡ്. അപ്പോൾ ഒരു സ്റ്റഡി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടൈം കണ്ടെത്തുക. ഏത് ടൈമാണ് കണ്ടെത്തേണ്ടത്? ദ ടൈം ഓഫ് ദ ഡേ വെൻ യു ആർ മോസ്റ്റ് റിഫ്രഷ്ഡ് ആൻഡ് ഫോക്കസ്ഡ് ടു സ്റ്റഡി അല്ലേ. നല്ല റിഫ്രഷ്ഡ് ആയിട്ടുള്ള ടൈം ഏർലി മോർണിങ്ങിനൊക്കെ നന്നായിട്ട് പഠിക്കാം അല്ലേ. രാത്രി നമുക്ക് ചിലപ്പോൾ ക്ഷീണമായിരിക്കും. അപ്പോൾ അതിനേക്കാളും നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഏർലി മോർണിംഗ്, നൂൺ ഓർ ഈവനിങ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ടൈം സെലക്ട് ചെയ്യാം. രാവിലത്തെ ടൈം നല്ലതാണ്. അതുപോലെ രാത്രിയാണെങ്കിൽ ഒത്തിരി നേരം പഠിക്കാതെ, അതായത് ഒത്തിരി ഒരു 11 മണിക്കൊക്കെ ശേഷം പഠിക്കാതെ അതിന് മുമ്പ് പഠിച്ചു തീർക്കുക കേട്ടോ. പിന്നെ സ്റ്റാർട്ട് ജെൻ്റലി. എങ്ങനെയാണ്? സ്റ്റാർട്ട് ബൈ സ്റ്റഡിങ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു 10-15 മിനിറ്റൊക്കെ പഠിച്ചു തുടങ്ങുക. അത് കഴിഞ്ഞ ശേഷം ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഒറ്റയടിക്ക് മൊത്തം പഠിച്ചു തീർക്കാം അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. പിന്നെ നമ്മൾ പറഞ്ഞത് തന്നെ പോയിൻ്റ് ഒന്നുകൂടെ നോക്കാം. എന്താണ്? ട്രൈ ടു മെയിൻറ്റെയിൻ ദ ഹാബിറ്റ് ഓഫ് സ്റ്റഡിങ് അറ്റ് ദ സെയിം ടൈം. ഒരേ ദിവസം തന്നെ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ
നിങ്ങളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യുക, സ്റ്റഡി പ്ലാൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം. വേറൊരാളുടെ ടൈം ടേബിൾ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ സബ്ജക്റ്റും ഓരോരുത്തരുടെ പഠിക്കുന്നതും എത്രത്തോളം പഠിക്കാം, ഓരോരുത്തരുടെ വീട്ടിലെ സാഹചര്യമൊക്കെ അനുസരിച്ച് നമ്മുടെ ടൈം ടേബിളും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രസ് നമ്മൾ ചെക്ക് ചെയ്യണം, എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഇമ്പ്രൂവ് ചെയ്യാം അതിനെപ്പറ്റി ചിന്തിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റഡി അലോൺ എന്താണ്, ഫ്ലെക്സിബിലിറ്റി ഓഫേഴ്സ് ഫ്ലെക്സിബിലിറ്റി ഇൻ ടേംസ് ഓഫ് സ്റ്റഡി ഷെഡ്യൂൾ ആൻഡ് ലൊക്കേഷൻ. പിന്നെ എന്താണ്, നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് എന്താണ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. ഓക്കെ, ഡെയിലി റൊട്ടീനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ സെൽഫ് മാനേജ്മെൻറ്റ് നമുക്കറിയാം, ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ്. അതുപോലെ തന്നെ എന്താണ് സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കറക്റ്റായിട്ടുള്ള അല്ലേ നമ്മളെ തന്നെ മാനേജ് ചെയ്യുക, സെൽഫ് ഡിസിപ്ലിൻ സ്കിൽ. പിന്നെ എന്താണ് കൾട്ടിവേറ്റ് എസെൻഷ്യൽ ഓക്കെ എന്താണ് സെൽഫ് ഡിസിപ്ലിൻ സ്കിൽ. പിന്നെ പേഴ്സണലൈസ്ഡ് ലേണിംഗ്, ഇത്രയും കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സൈപ്രോ FSO കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് FSO ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചിലവരുണ്ടാവും എങ്ങനെയെങ്കിലും എക്സാമിനേഷൻ ഒന്ന് എഴുതി നോക്കാം, കിട്ടുമോ ഇരിക്കുമോ അങ്ങനെ നോക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കൊരു സ്ട്രോങ് പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, എങ്ങനെയെങ്കിലും കിട്ടണം. അപ്പോൾ അത് എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, പല രീതിയിലുള്ള ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സത്യമാണോ മിഥ്യയാണോ പരസ്യം മാത്രമാണോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പലരും പല പല സ്ഥലത്തൊക്കെ ജോയിൻ ചെയ്ത് പ്രശ്നമായിട്ടുള്ളവരും അല്ലെങ്കിൽ വിഷമമായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ സൈപ്രോ കോഴ്സുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസും അതുപോലെ തന്നെ FSOക്ക് ഫുൾ ടെസ്റ്റ് സീരീസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് വിത്ത് കോഴ്സ്. ടെസ്റ്റ് സീരീസ് ഈസ് ഓൺലി അവൈലബിൾ ഫോർ FSO കോഴ്സ് കേട്ടോ. ടെസ്റ്റ് സീരീസ് FSO കോഴ്സിനോടൊപ്പം മാത്രമായിരിക്കും അവൈലബിൾ ആകുന്നത്, സെപ്പറേറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് FSOക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9048900054 അല്ലെങ്കിൽ 45 കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.